ദേഷിച്ച് ഇങ്ങനെ ദൂക്ഷമായിട്ട് എന്നെ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ നാഗവല്ലിയാവും. എന്താ അപ്പടി വിടമാട്ടെ ഇങ്ങനൊക്കെ ഞാനും ചോദിക്കും. രാവിലെ തന്നെ നമ്മുടെ കാക്കച്ചിമാർ ബഹളം കേട്ടോ. ദേ കേട്ടോ, രാവിലെ തുടങ്ങിയതാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവളുമാരിന്ന് ഇൻട്രോ പറയട്ടെ. എനിക്ക് ടാങ്കിൻ്റെ മേലെ കണ്ട ഒരുത്തി അവിടെ ഇരുന്ന് കാക്കാന്ന് പറയാട്ടോ, പോസ് ചെയ്തിരിക്കുക കേട്ടോ അവിടെ. അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോകാം കേട്ടോ. ഇന്ന് നമുക്ക് പുട്ടും കടലയാണ്, തേങ്ങ അരച്ച കടലക്കറി കേട്ടോ. ഒത്തിരി ദിവസമായി ഞാനിവിടെ ഇരുന്ന് നമ്മുടെ പുട്ടിനെ കഴിച്ചിട്ട്. പുട്ടേ നിന്നെ ഞാൻ മറക്കില്ല, പുട്ടേ മമ പുട്ടേ നിന്നെ ഞാൻ മറക്കില്ല, പുട്ടേ. എത്ര ദിവസമായി നമ്മളിങ്ങനെ ഇരുന്ന് പുട്ട് കഴിച്ചിട്ട്. ഒത്തിരി ദിവസമായി. രാവിലെ ഇല്ല നമ്മൾ വെപ്രാളത്തിനും അടുക്കളയിൽ കയറും. സമാധാനമായിട്ടൊന്നും കഴിക്കാനും ഒക്കത്തില്ല. ഇന്നത്തെ നല്ല കടലക്കറി. ഒത്തിരി ദിവസമായി കടല എടുത്തിട്ടു. അപ്പോഴും ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു 3-4 കിലോ കടല ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല. അങ്ങനെ പേടിച്ച് ഞാൻ അപ്പോഴേ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ. പഴം ഉണ്ടായിരുന്നു, എടുത്തില്ല കേട്ടോ. പഴം ഇരിപ്പുണ്ട്. ഏത്തപ്പഴമുണ്ട്, ചെറിയ പഴമുണ്ട്. എൻ്റെ ഒരു കുഞ്ഞാമലോട്ട് ഇതിത്തിരി കൂടിപ്പോയോ? നിങ്ങൾ നോക്കാം, ഇന്നത്തെ പൊട്ടിച്ച് കൂടുതലായിപ്പോയോ? അരക്കുറ്റി പുട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഞാൻ ഒത്തിരി ഒരു കുറ്റി പുട്ട എടുത്തൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത് കേട്ടോ. വെറുതെ എന്നെ വിഷമിപ്പിച്ചെടുക്കരുത്. അല്ലെങ്കിൽ പിന്നെ പറയാ അടുക്കളയിൽ നിന്ന് കട്ട് തിന്നു വന്നു. ഈ മോനെ ഈ കടുക് വറക്കുന്ന മുളക് അങ്ങോട്ട് ഞെരടി ചിലർക്കൊക്കെ ഇഷ്ടം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതങ്ങോട്ട് ഞെരടി അങ്ങോട്ട് കഴിക്കണം. ഈ പുട്ടും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? അടുക്കള ഇഷ്ടം പോലെ ജോലിയുണ്ട്. വെയിലിന് മുന്നേ ജോലിയൊക്കെ തീർക്കണം. ഭയങ്കര ചൂട് കേട്ടോ. ഇത് നല്ല പുട്ടുപൊടി കേട്ടോ. നഷ്ടമല്ലേ ഈ പുട്ടുപൊടി വാങ്ങിച്ചാൽ. ഒരു മഞ്ഞ കവറല്ലേ, പേരെന്തുവാ എനിക്കറിയത്തില്ല. ഒരു മഞ്ഞ കവറിനകത്തെ ഏറും. നമ്മളങ്ങോട്ട് കുതിർക്കുമ്പോഴത്തേന് ഇങ്ങനെ ഒരു ഇച്ചിരി ഇട്ടാൽ എന്ത് കാണുമെന്നറിയാം. ഒട്ടും നഷ്ടമില്ല കേട്ടോ. അത് ഈ പുഴുക്കലരി ആയിരിക്കും അല്ലേ, എനിക്കറിയത്തില്ല. പച്ചരിയാണോ? പുഴുക്കലരി ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഏറുന്നത്. പൂമ്പാറ്റക്കുട്ടന്മാരെല്ലാം രാവിലെ വന്നു. ആരാടാ എൻ്റെ തോട്ടത്തിൽ കയറി തേനെല്ലാം അടിച്ച് മാറ്റി കഴിച്ചുകൊണ്ട് പോന്നേ? ഈ സമയം നമ്മുടെ റോഡെ ആരുമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഒറ്റയൊരു മനുഷ്യർ പോയില്ല ഇതിലെ. കടലയൊക്കെ വായിന്ന് ചാടിപ്പോന്നു. അപ്പോഴേ അടുക്കളയിൽ പോകണം. അയ്യോ ഒത്തിരി സമയമാവും. കൊതി വിടരുത് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കൊതി വിടരുത്. നല്ല സോഫ്റ്റ് പുട്ടാട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കടലക്കറി വെച്ച് ലൂസായിട്ടൊക്കെ വെച്ചേക്കുന്നത്. ഇന്ന് നമ്മുടെ കിണറ്റിനകത്ത് വെള്ളം കൂടുതൽ മക്കൾ എന്നോട് പറയുന്നത്. മീൻ കൂട്ടാനകത്തൊക്കെ വെള്ളം കൂടിയെന്ന്. വെള്ളപ്പൊക്കമാണോ ഇവിടെ? ഇച്ചിരി ലൂസായിട്ട് വെച്ചിരുന്നു നമ്മുടെ കടലക്കറി കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ആ പുട്ടിനകത്ത് ഒഴിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. പുട്ടിന് മയമില്ലെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇന്ന് നല്ല മയമുണ്ട്, പെട്ടെന്ന് ഇറങ്ങിപ്പോവും, കമ്പിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞടുക്കളയും വന്നു. കാപ്പി കുടിച്ചോണ്ട് അവിടെ ഇരുന്നാൽ മതി, പുട്ട് കഴിച്ചോണ്ട് അവിടെ ഇരുന്നാൽ മതി. നമ്മളെ ഓടിക്കത്തില്ലേ 1 മണിയാകുമ്പോൾ. 1 മണിയൊക്കെ ഇവിടെ 1:30 ആകുമ്പോഴേ നമ്മൾ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു 2 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് എന്തായാലും നമ്മൾ കഴിക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ഈ അടുക്കളയിൽ നിന്ന് കട്ട് തിന്നുന്ന ഒരു സ്വഭാവം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴും വയറ് വിശക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ 2 മണിയൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല, എന്തായാലും കഴിക്കും. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ, ചിലപ്പോൾ 2 മണിയൊക്കെ കഴിയും. പിള്ളേരാണെങ്കിലും കഴിക്കത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ വെച്ച് താമസിച്ചൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോഴങ്ങനെ നമുക്ക് ഇന്ന് വറ്റിയാണ് കൊണ്ടുവന്നത്. നല്ല കട്ട് ചെയ്ത വറ്റി ആയതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. കഴുകി അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചു, എല്ലാം ഇട്ട് കൊടുത്ത് കടുക് വറുത്തങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ടില്ല കേട്ടോ. നമ്മുടെ തോട്ടത്തിലെ സുപ്പുവിൻ്റെ തോട്ടത്തിൽ ഇന്നലെ കാണിച്ചില്ലേ, എല്ലാവരും ഒന്നും കണ്ടു കാണത്തില്ല, ചുമ്മാ എല്ലാവരും കളിപ്പീരാണ്. അപ്പോഴും നമ്മുടെ തോട്ടത്തിലെ ഫ്രഷ് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. രാവിലെ ഇത്തിരി വെയിലൊക്കെ വന്ന് തുടങ്ങി. പിന്നെ ഇന്നൊരു സ്പെഷ്യലുണ്ട്, കുറച്ച് ചിക്കനുണ്ട്. അവർക്കത് വറുത്ത് മതിയെന്ന് പറഞ്ഞു. അവനെ അങ്ങോട്ട് സെറ്റാക്കി ഞാൻ രാവിലെ വെച്ചേക്കൊന്ന് പിടിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. സെറ്റാക്കി വെച്ചേക്കുകയാണ്. വേണ്ട അവർക്കത് വറുത്ത് കൊടുക്കണം. മെനഞ്ഞാന്ന് കറിയാണ് വെച്ചത്, ഇന്നിപ്പം ഇവർക്ക് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ രാവിലെ സെറ്റാക്കി വെച്ചേക്കും. ഇത്തിരി നേരം ഇരിക്കണമല്ലോ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ചിക്കൻ അവിടെ ഇരുന്ന്. കൊക്കരക്കോഴി നമ്മുടെ മീൻകറി അടുപ്പത്തായി. ഇനി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ കേട്ടോ. ഇനി കറി വേണം, തോരൻ വേണം. അപ്പോഴെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം. അതൊന്നും ആയില്ല. ഇത് ഈ മീൻ്റെയും ചിക്കൻ്റെയും കാര്യം കുളിക്കുന്നതിന് മുന്നങ്ങ് ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പം വരത്തില്ലല്ലോ കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ? വന്നോ കുട്ടിച്ചാത്തൻ അവിടെയൊക്കെ? ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു, ഇനി വഴി തെറ്റിയങ്ങാണ് അങ്ങേ വന്നോ എന്തോ എനിക്കറിയത്തില്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ മഴ പെയ്തു എന്ന് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അടച്ചു വെച്ചിട്ടുണ്ട്, മറന്നു പോവും. അവനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ പതിയിരുന്നേ ശരിയായിക്കോളും. നല്ല കട്ട് ചെയ്തായിരുന്നു വറ്റ അതുകൊണ്ട് നല്ല വിളഞ്ഞ വറ്റയായിരുന്നു, ചൂരയല്ല വറ്റയായിരുന്നു. ഇന്ന് മോരില്ല കേട്ടോ. മോര് ഇന്നലെ കാച്ചി വെച്ച കുറച്ച് മോരിരിപ്പുണ്ട്, കുറച്ച്. അത് മതിയായിരിക്കാം. നമ്മുടെ സരസുവിന് വേണ്ടായിരുന്നു. ചേച്ചിയെ സരസു തിരക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ചേച്ചി അവിടെ നിന്ന് സരസുവിൻ്റെ കാര്യം പറയുന്നതിന് കേട്ടോ. രാജുവും രണ്ടുപേരും കൂടെ കൊള്ളാം കേട്ടോ. എനിക്കത് ഇവിടെ തമിഴ്നാട്ടിൽ ഭയങ്കര നല്ല ഇതാണെന്ന് തോന്നുന്നു അവിടുത്തെ രാജു കേട്ടോ. ഞാൻ പറഞ്ഞു വിട്ടേക്കാം കേട്ടോ. രണ്ടുപേരും കൂടെ ആ ഫ്രണ്ടിൽ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കണ്ടുകൊണ്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കഥ പറഞ്ഞോളും കേട്ടോ. ഞാൻ പറഞ്ഞു വിടാം കേട്ടോ. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോഴൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേന് തോരനൊക്കെ നമുക്ക് അരിഞ്ഞൊക്കെ വെക്കാം. തോരന് തേങ്ങ തിരികെ വെക്കണം, അവനെ പൊരിക്കണം, എന്തെല്ലാം പണികളുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊരു പെണ്ണുമുണ്ട് ഇവിടെ. ഞാനങ്ങ് മറന്നുപോയി നമ്മുടെ അടുപ്പ് ശരിയാക്കിയത്. ഞാൻ ഒറ്റ അടുപ്പെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോഴും ശരിയാക്കി തന്നു കേട്ടോ. നമ്മുടെ മാമൻ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മാമൻ വന്ന് അപ്പോഴും ശരിയാക്കി തന്നു. ഇവനെ നമ്മള് ഞാൻ വെളിച്ചെണ്ണ വാങ്ങിച്ചു നമ്മുടെ അപ്പുറത്തെ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കേട്ടോ. പിന്നെ ആട്ടിയ വെളിച്ചെണ്ണ. നമ്മുടെ ഈ ആട്ടിയ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ മണമെന്നറിയാമോ? എന്തോ ഒരു മണമാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മണമാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ മീൻകൂട്ടനെ അപ്പുറത്തെടുത്ത് വെച്ചു. തിളയ്ക്കുന്നതേ ഉള്ളതിന് ഉപ്പ് നോക്കിയില്ല. നമുക്ക് വേണ്ട കറിവേപ്പില എടുത്തുകൊണ്ട് വന്നതില്ല, തീർന്നു പോയെന്ന് തോന്നുന്നു. നമുക്കതേ രാവിലെ ശരിയാക്കി വെച്ചതാട്ടോ. പിന്നെ എനിക്ക് കോളിഫ്ലവറും കോൺഫ്ലവറും മാറിപ്പോയി. അതൊക്കെ പിന്നെ തക്കാളി സോസും എല്ലാം ഇട്ട് നമ്മൾ വഴറ്റി വെച്ചേക്കും കേട്ടോ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻകൂട്ടത് അവിടെ ചടപട രണ്ടായിട്ടിരുന്നു തോന്നുന്നു കേട്ടോ. അവർക്ക് ഈ പൊരിച്ചതൊക്കെ മതി കേട്ടോ. കറിയും ഇഷ്ടമാണേ. അമ്മ പകുതി എടുത്ത് മാറ്റി വെച്ചേരേന്ന് അന്നേരെ പറഞ്ഞതാ. ചെയ്തു കൊടുത്തില്ലെങ്കിൽ ദൈവദോഷമില്ലേ അല്ലേ? പതിയനെ കിടന്നങ്ങോട്ടെ രണ്ടായിട്ടിടാം അല്ലേ? രണ്ടായിട്ടിടാം. ഫുള്ളായിട്ടിനകത്ത് ഒക്കത്തില്ല. അപ്പം അത് ഇത്തിരി സമയം എടുക്കുമല്ലോ. പതുക്കെ തീയിട്ട് നമുക്ക് എടുക്കാം. 2 ട്രിപ്പായിട്ട് എടുക്കാം.
മോര് കാച്ചത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് കറിയുടെ ആവശ്യമില്ല, തോരൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേ ഇത് രണ്ടും ഒന്ന് സെറ്റാകട്ടെ. നമുക്ക് മീൻകുട്ടനെ ഉപ്പുണ്ടോ നോക്കട്ടെ. ഭയങ്കര ആവി കേട്ടോ. എൻ്റെ പാള വിശറിയാണ് ഞാൻ നോക്കിയത് കേട്ടോ. നോക്കാം. രാവിലെ നമ്മുടെ പപ്പ പറയാനേ ഉപ്പ് കുറവുണ്ട് ഇച്ചിരി കേട്ടോ. നീ എത്ര പ്രാവശ്യം ഇട്ടെന്ന് ചോദിച്ചു കടലക്കറിക്ക് ഉപ്പ്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നേ ഇട്ടുള്ളൂ, ഇനി ഞാൻ അറിയാതെ അങ്ങനെ ഒരു 2 പ്രാവശ്യം കൂടി ഇട്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല, ഓർമ്മയില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ രാവിലെ വെക്കുന്നതിന് ഉപ്പ് നോക്കത്തില്ല കേട്ടോ. ചടപടാന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യും കേട്ടോ. പക്ഷെ ഞാനിപ്പം കടലക്കറി നമ്മൾ കാപ്പി കുടിച്ചപ്പോഴേ നോക്കിയപ്പം ഉപ്പൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ തന്നെ അങ്ങ് കളിപ്പിക്കാൻ പറയുക, പേടിപ്പിക്കുക തന്നെ. അപ്പോൾ ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഉപ്പിച്ച് കുറവുണ്ടായിരുന്നു. പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇവർ രണ്ടുമൂന്ന് സെറ്റ് ആവട്ടെ. നമ്മുടെ കണ്ടം പൂച്ചയല്ല, അവൻ്റെ വൈഫാണ് കേട്ടോ. എന്തുവാടി? ആ മ്യാവൂ എന്തുവാ? ഞാൻ മീൻ വെട്ടുമല്ല, മീനൊക്കെ രാവിലെ വെട്ടിക്കഴി. ഞാനേ ഏത്തൊക്കെ ഇവിടെ അരി കേട്ടോ. അവള് വിചാരിച്ച മീൻ പിന്നെ എപ്പോഴും ഇവിടെ എന്തുവാ മീൻ കഴുകാൻ എന്തുവാടി ഇവിടെ? എന്തുവാ ഇവിടെ? ഞാൻ ഏത്തക്ക ഇവിടെ അരി. അതിന് അവൾ വിചാരിച്ചേ ഞാനിവിടെ ഉമ്മുമ്മി കഴുകുമെന്ന്. പോവണ്ടേ നിൻ്റെ പാട്ട്. എപ്പോഴും നമ്മുടെ ഈ ഉമ്മുമ്മി ഇരിക്കുന്ന അങ്ങോട്ട് കഴുകാൻ നമ്മൾ ഏത്തക്ക അവള് വിചാരിച്ചു ഉമ്മുമ്മി കഴുകുമെന്ന്. പാവം വന്ന് ഇവിടെ അങ്ങ് കിടന്നു കേട്ടോ. സമരത്തിൽ കിടക്കുക പാവം. ഇല്ലടി, ചോറ് തരാം ഉച്ചയ്ക്ക്. നമ്മുടെ ചിക്കനെ അടപ്പേ കിടക്കുന്നു, ഒരു ട്രിപ്പ് അങ്ങോട്ട് കിടക്കുന്നു. ഞാനപ്പോഴും വിചാരിച്ചു നമുക്ക് തോരൻ അരിഞ്ഞ് വെക്കാം, നിന്നെ തേങ്ങ തിരിക്കണം. മോനെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തേങ്ങ തിരികത് അവനെ ചാക്കിരണ്ട നമുക്ക് കേട്ടോ. അവനവിടെ ഇരിക്കട്ടെ. ഇന്നിപ്പം തേങ്ങ തിരികേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഇരിപ്പുണ്ട് തേങ്ങ തിരിവിയത് അവിടെ ചാച്ചി അവൾ കേട്ടോ. പൂച്ചയ്ക്ക് ദേഷ്യം വരും ഇങ്ങനെയൊക്കെ കോക്കറി കുത്തിയിട്ട് ഇങ്ങനെയൊക്കെ കാണിട്ട്. ഇങ്ങനെ ദേഷിച്ച് ഇങ്ങനെ ദൂക്ഷമായിട്ട് എന്നെ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ നാഗവല്ലിയാവും. എന്താ അപ്പടി വിടമാട്ടെ ഇങ്ങനെയൊക്കെ ഞാനും ചോദിക്കും. പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ സിനിമ കണ്ടോട്ടോടെ അങ്ങോട്ട് മറുഭാഷയൊക്കെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഇവിടുന്ന് കണ്ടം വഴി കൂടും. നമ്മുടെ പപ്പ ഈ ദേശത്ത് വന്നെന്ന് തോന്നി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കാറുണ്ട് ഞാൻ എവിടെയെങ്കിലും ഒളിച്ചോടി പോയത്. പാവം വിശ്വാസപൂരി വിളിക്കുന്നു, പ്രിയതമേ വിളിക്കുന്നു. എന്തൊരു അനുസരണയുള്ള ഒരു പ്രിയതമയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കാറുണ്ട് കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോയാൽ അപ്പുറത്തെ ഗേറ്റായിരിക്കും തുറക്കണം. വലിയ ഗേറ്റ് ഇവിടെ ഉണ്ട്. കൊച്ചു ഗേറ്റിൽ വീട്ടിൽ പ്രിയതമേനെ വീടേ എന്തോ വാങ്ങിച്ചോണ്ട് വരിക പാപ്പുവാണെന്ന് തോന്നുന്നു. ഇതെന്തുവാ ഇടതുവശത്തോട്ടാണ് ഇന്ന് മുണ്ടെടുത്തത്. വെള്ളം തീർന്നു. ഞാനങ്ങ് കട്ട് ചെയ്ത് തന്നെ വഴക്ക് പറയും കേട്ടോ. ചിലപ്പം ഉച്ചക്കെറുവായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കെറുവ്. അതുകൊണ്ട് ഞാനങ്ങ് കട്ട് ചെയ്താൽ എനിക്ക് മാങ്ങ കൊണ്ട് തന്നതാണ്. നീണ്ട മാങ്ങ കൊണ്ട് തന്നതാണ്. ഇപ്പം അറിയത്തില്ല, വരുന്ന വരവിൽ എനിക്കിട്ട് 2 എണ്ണം തന്നാൽ നിങ്ങൾ കാണത്തില്ല. നാണക്കേടല്ലേ. ചുമ്മാതെ എനിക്ക് പെടയൊന്നും തരത്തില്ല കേട്ടോ. ഞാൻ നല്ല കുട്ടിയാണ് ഇവിടുത്തെ. കഥയും പറഞ്ഞ് നിന്നാൽ മതി. നമുക്ക് ഇതൊന്ന് തോരനാക്കി എടുക്കണ്ടേ. മറ്റേത് 2 സെറ്റായി കേട്ടോ. അമ്മ വരുമോ? മോനൊന്ന് നോക്ക്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അമ്മ വരും. അതായത് ഇതൊന്ന് അരിഞ്ഞു കഴിഞ്ഞു. ആവി എടുത്തിട്ട് വയ്യ കേട്ടോ. അമ്മ അരിഞ്ഞു കഴിഞ്ഞു കൂട്ടാ. ഒന്ന് നോക്കിയാൽ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ചതച്ചങ്ങ് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ 2ാമത്തെ ട്രിപ്പ് ചിക്കനും വറുത്തു കഴിഞ്ഞു കേട്ടോ. ഞാൻ കോരി എടുക്കട്ടെ. അപ്പോഴേ ഞാൻ അവിടെ നിന്നേ അരിഞ്ഞോണ്ട് എന്നപ്പോഴേ മോൻ വന്ന് നോക്കി. ഇല്ലെങ്കിൽ പണിയായേനെ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
ഞാനങ്ങ് തീ ഓഫാക്കി നന്നായിട്ട് മൂത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, കായ എങ്ങോട്ട് വെന്തു അപ്പോഴും അതിന് അരപ്പിട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ മോരൊക്കെ ഇരിപ്പുണ്ടെന്ന്. കുറച്ച് അവിയൽ ഇരിപ്പുണ്ട്, മോരിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സരസുവിനെ കളിപ്പിക്കാൻ, സരസു പപ്പടം ഒന്നും കഴിക്കത്തില്ല കേട്ടോ. വേണമെങ്കിൽ 2 പപ്പടവും കൂടെ കാച്ചി കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പോഴേ ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നു. കുറച്ചെണ്ണേ ബാലൻസ് വന്നുള്ളൂ. അത് നമുക്ക് ബൗബൗവിന് ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ അല്ലേ? അത് കളയണ്ട, വേറെ ഒന്നിനും നമ്മൾ എടുക്കത്തില്ല. ഇതേ നമ്മുടെ ചിക്കൻ അവർക്ക് ഇച്ചിരി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോഴും അതും സെറ്റായി വന്നു. അപ്പോൾ തോരനൊന്ന് ഇളക്കിയൊക്കെ വെച്ചാൽ മതി. അപ്പോഴതൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് പാത്രം ഉണ്ട്, അതും കൂടെ കഴുകി വെച്ചാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇരിക്കും. അപ്പോൾ തോരനെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. അയ്യോ, എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചോണം കേട്ടോ. ഇപ്പോഴേ നന്നായിട്ട് ജോലി ചെയ്യുന്നവർ വിയർക്കും, എന്നെ പോലുള്ള കള്ളികൾ വിയർക്കത്തില്ലെന്നാണ് എൻ്റെ PA പറയുന്നത്. PA വെള്ളം കുടിച്ചിട്ട് പറയുന്നു, ഞാൻ വിയർക്കുന്നുണ്ടല്ലേ, ഞാൻ വിയർക്കുന്നത്. പറയുന്ന ആൾ വിയർക്കുന്നില്ലല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ കള്ളിയായിട്ട് വിട്ടിരിക്കുക, ജോലി ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിയർക്കാത്തത് കേട്ടോ. പക്ഷെ എന്നാലും നല്ല നമ്മൾ വിയർത്തില്ലെങ്കിൽ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. കുറച്ച് പാത്രമുണ്ട്, അതൊക്കെ ഇനി ഒന്ന് കഴുകി വെക്കണം. എല്ലാം കഴിഞ്ഞ് പരിപാടി. എന്നൊക്കെ വെച്ച് ചോറൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ ഉണ്ട്, വൈകിട്ടായി. അപ്പോഴേ ഇങ്ങനെയാണ് എല്ലാവരുടെയും വീഡിയോ കാണാൻ ഞാൻ കുത്തിയിരിക്കുന്നത് കേട്ടോ. മൊബൈലിൽ നോക്കുമ്പോൾ എന്തായാലും കണ്ണാടി എടുത്ത് വെക്കും കേട്ടോ. എനിക്ക് പേടിയ നേരത്തെയൊക്കെ ഭയങ്കര കണ്ണിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഇച്ചിരി കുറവൊക്കെ ഉണ്ട്. എന്നാലും എന്തായാലും ഞാൻ മൊബൈൽ നോക്കുമ്പോൾ ഗ്ലാസ് വെക്കും എടുത്ത് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ കാര്യമൊക്കെ അല്ലേ, അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടേ കൂടുതലായിട്ട്. ഈ ലൈറ്റൊക്കെ ഇടത് കണ്ണിന് നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോഴെപ്പോഴും ഞാൻ ഇങ്ങനെയാണ്, നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്നത് ഇങ്ങനെയാണ് സുപ്പ് കേട്ടോ. അപ്പോഴും വൈകിട്ടായി. പിന്നെ എന്താ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിഭവങ്ങൾ അതൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മോര് കാച്ചിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചു. ഇതേ നമ്മുടെ അമ്പലത്തിൽ വൈകിട്ടുള്ള റെക്കോർഡൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ വൈകിട്ട് എൻ്റെ കൊച്ചുനാളിൽ നമുക്ക് അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. തിയേറ്ററിലെ പാട്ട് വൈകിട്ട് അപ്പോഴാണ് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിളക്കിലൊക്കെ ഒരുക്കാൻ ആ ഒരു സമയം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പാട്ടിന് ഞാനത് എന്തായാലും അത് പാടി. മാർക്കോസ് പാടിയൊരു പാട്ടുണ്ട്, റസൂലേ നിന്നുടെ വാലയാണോ. ഞാൻ ഇന്നാളിൽ അങ്ങനെ പാടിയപ്പോൾ എന്നെ നമ്മളെ നാരങ്ങ മിഠായി കളിയാക്കിയിട്ട് റസൂലേ നിന്നുടെ വാലേ അങ്ങനെ കണ്ടോ കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. റസൂലേ നിന്നുടെ, എനിക്കറിയത്തില്ല കേട്ടോ അത് കറക്റ്റായിട്ട്. അന്ന് ആ പാട്ടായിരുന്നു നമ്മുടെ ആ തിയേറ്ററിൽ ഇട്ടിരുന്നത് വൈകിട്ട് എന്നും. ആ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് വിളക്കൊക്കെ ഒരുക്കത്തില്ലേ, വൈകിട്ടൊരു പണിയാണല്ലോ വിളക്ക് കൊടുത്ത്. ഇപ്പോഴും നമ്മുടെയൊക്കെ എന്തായാലും വൈകിട്ട് ഒരു നല്ലൊരു അതൊരു പ്രത്യേകതയാണ്. വൈകിട്ടത്തെ ആ തൂത്തുവാരി നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ നാമം ചെല്ലലും. ഇപ്പോഴാണെങ്കിലും ഇവിടെ ഞാൻ നാമം ചെല്ലും, അപ്പുറത്ത് നമ്മുടെ അമ്മ നാമം ചെല്ലും കേട്ടോ. അപ്പുറത്ത് പഴയ വീടാണെങ്കിൽ തന്നെ നമ്മൾ അവിടെയും വിളക്ക് കൊളുത്തും നാമം ചെല്ലലും എല്ലാം ഉണ്ട്. ഇവിടെയാണെങ്കിലും ഞാനും നാമമൊക്കെ ചെല്ലും കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ. പിന്നെന്താ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ഇതിട്ടപ്പോൾ ഞാൻ പറഞ്ഞതായിട്ടോ. അപ്പോഴങ്ങനെയൊക്കെ ഇരിക്കുന്നു വൈകിട്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനിയും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വൈകിട്ട് 2 ചപ്പാത്തി ഉണ്ടാക്കണം, അതൊക്കെയുള്ളൂ. പിന്നെ വിളക്ക് കൊളുത്തും നാമം ചെല്ലലും ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണികൾ. രാവിലെ പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഇന്നും. പിന്നൊന്നുമില്ല. പിന്നെ ഇതൊക്കെ തന്നെ. അപ്പോഴും നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി കേട്ടോ. ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വന്ന് ഒന്ന് നമുക്ക് കമൻറ്റ് ചെയ്താലേ നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കത്തുള്ളൂ അല്ലേ. കമൻറ്റ് ചെയ്താലേ നമുക്ക് അങ്ങോട്ടും പോയി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിലും നമുക്ക് കമൻറ്റ് ഇട്ടല്ലേ നമുക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ. ഇപ്പം പിന്നെ ഞാൻ രാവിലെ അങ്ങനെ മൊബൈൽ എടുക്കാറില്ല കേട്ടോ.
ഉച്ച കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈഫൈ ഇല്ലാത്തത് കൊണ്ട് വലിയ പാടാണ് കേട്ടോ. അപ്പോഴും രാത്രിയിലും ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കാണുന്നത്. രാവിലെ അങ്ങനെ ഇരിക്കത്തില്ല. പിന്നെ എല്ലാവരും ചിലരൊക്കെ ഇങ്ങനെ ലൈവ് വരുമ്പോഴും ഒന്ന് തല കാണിച്ചിട്ട് ഞാൻ ഓടിപ്പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോഴേ ഈന്തപ്പഴം ചോദിച്ച് ഇന്നലെ നമ്മുടെ JS കൂട്ടുകാരി ഒത്തിരി സന്തോഷം നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ കേട്ടോ മോളെ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. തന്നില്ലെങ്കിലും കുഴപ്പമില്ല, തരാമെന്ന് പറഞ്ഞല്ലോ ചേച്ചിക്ക്, അത് തന്നെ വലിയ സന്തോഷം. അവരൊക്കെ പുറത്തൊക്കെ ഉള്ളവരാട്ടോ. അപ്പോഴാണ് നമ്മുടെയൊക്കെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോഴും നമ്മുടെ മിനി ചേച്ചി മിനി ലിറ്റിൽ വേഡ് അടിപൊളി വീഡിയോ ഒക്കെയാണ് കേട്ടോ. ചേച്ചിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ചേച്ചി. അപ്പോൾ ഇന്നലെ കമൻ്റൊക്കെ ഇട്ട് തന്നല്ലോ, ഒത്തിരി സന്തോഷം ചേച്ചി. നമ്മളെല്ലാവരും ഇങ്ങനെ മുൻപോട്ട് പോകട്ടെ, ഉയരങ്ങളിലൊക്കെ എത്തിപ്പിടിക്കട്ടെ എല്ലാവരും അല്ലേ. അപ്പോഴേ ഓരോരുത്തരും ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടൊക്കെ വരുന്നവർ തന്നെയാണല്ലേ. അപ്പോൾ ഞാനും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മുടെ കാക്കച്ചി രാവിലെ ഞാൻ കാക്കച്ചി കണ്ടില്ലേ, അവളുമാർ വൈകിട്ടും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ പ്രായമായൊരു ഇങ്ങനെ നോക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനും ഇങ്ങനെ നോക്കാറുണ്ട്. എനിക്കിഷ്ടമല്ല ഇങ്ങനെ മേളിക്കടെ നോക്കുന്നത്, ഗ്ലാസിൻ്റെ മേളിക്കടെ നോക്കുന്നത്. ചിലർ അമ്മയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വഴക്ക് പറയും, എന്തിനാമേ ഇതിലെ നോക്കുന്നത്, നേരെ നോക്കിക്കൂടെ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നോക്കിയതാട്ടോ. അപ്പോഴേ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും അല്ലേ. അപ്പോഴാ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെയും വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. കാക്കച്ചി പോടി. ഞാൻ ഇൻട്രോ ഒക്കെ രാവിലെ പറഞ്ഞിട്ടുണ്ട്, നീ വൈൻഡപ്പ് ചെയ്താൽ വന്നേക്കുന്ന ഉടനെ കേട്ടോ. അമ്പലത്തിലെ നാമം